നെയ്മർ ജൂനിയർ നമ്മുടെ ബ്രസീലിന്റെ നാഷണൽ ടീമിൽ ഇടം പിടിച്ചിട്ടില്ല. അപ്പോൾ കാർലോ അൻസെലോട്ടി പറഞ്ഞത് ഫിറ്റ്നസ് കാരണമാണ് നെയ്മറെ എടുക്കാത്തത് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പല ലെജൻസിന്റെയും വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്രസീലിയൻ ലെജൻഡ് നമ്മുടെ റൊണാൾഡോ നെസാരിയോ ഇതിനെ പറ്റിയുള്ള പുള്ളിക്കാരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സിമ്പിളാണ്, നെയ്മർ 100% കായികക്ഷമത അഥവാ ഫിറ്റ്നസ് വീണ്ടെടുത്താൽ അൻസെലോട്ടിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. അതായത് അൻസെലോട്ടി പലപ്പോഴും പുള്ളിക്കാരന്റെ ഇതിൽ 100% ഫിറ്റായ പ്ലേയേഴ്സിനെ മാത്രമുള്ളൂ എടുക്കണം. അതാണ് ഇപ്പൊ നെയ്മറിന്റെ കാര്യത്തിൽ വരുന്ന ഒരു പ്രശ്നം. അതാണ് പലരും നെയ്മർ 100% ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. അതായത് നെയ്മർ കളിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് പലപ്പോഴും നെയ്മറിൽ കാണാറില്ല. അപ്പൊ ഇതിനെ പറ്റി റൊമാരി പറഞ്ഞ സംഭവം നമ്മൾ ചെയ്തിരുന്നു. അതായത് നെയ്മറിലൊരു പകുതി ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പോലും, അതായത് ഒരു 50% ഫിറ്റ്നസ് ആണെങ്കിലും നെയ്മറെ ഞാൻ കോച്ചായിരുന്നെങ്കിൽ ടീമിൽ എടുക്കും എന്ന് റൊമാരിയോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൊണാൾഡോ നെസാരിയോ പറഞ്ഞു വെക്കുന്നത് നെയ്മർ ഫിറ്റ്നസ് വീണ്ടെടുത്താലേ നെയ്മറിനെ ഒരിക്കലും അൻസെലോട്ടിക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന കാര്യമാണ്. ഏതായാലും ബ്രസീലിന്റെ ആരാധകരും നെയ്മറിന്റെ ആരാധകരും എല്ലാം നെയ്മറിന്റെ തിരിച്ചുവരവിന് വേണ്ടി വേൾഡ് ഫുട്ബോൾ തന്നെ കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇതില് അൻസെലോട്ടിയുടേതായിട്ടുള്ള ഒരു ഈഗോ സംഭവം ഉണ്ടോ എന്ന് പലപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു സംഭവം നടന്നു. അതായത് നമ്മുടെ തോമസ് ടുഷേൽ നമ്മുടെ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിനെ ഒഴിവാക്കി, ആ സ്കോഡിൽ നിന്നും ആളെ ഒഴിവാക്കി. അപ്പൊ അതിനെപ്പറ്റി പല വിവാദങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഈഗോ കാരണമാണ് എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അതായത് ട്രെൻഡിന്റെ കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും ഇവിടെ ഒരുത്തനും പറഞ്ഞു പഠിപ്പിക്കണ്ട. അപ്പൊ എന്തിനാ ട്രെൻഡ് ഒഴിവാക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആള് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഫോമുമാണ്. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് കളിയിലടക്കം റിയൽ മാഡ്രിഡിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്നിട്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആസ് എ കോച്ച് എന്ന രീതിയിൽ പുള്ളിക്കാരന്റെ ഈഗോ ആണെന്ന് നമ്മൾ പലപ്പോഴും തോന്നിപ്പോകും അങ്ങനത്തെ ചില ഡിസിഷൻസ് കോച്ച് എടുക്കുമ്പോൾ. അപ്പൊ ഇത്തരത്തിൽ ഇനിയിപ്പോ നെയ്മർ ജൂനിയറും കാർലോ അൻസെലോട്ടിയും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാണെങ്കിൽ കാർലോ അൻസെലോട്ടിക്ക് പുള്ളിക്കാരന്റെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നെയ്മറിനെ പറ്റാത്തത് കൊണ്ടാണോ നെയ്മറിനെ എടുക്കാത്തത് എന്നുള്ള പല സംശയങ്ങളും നിലവിലുണ്ട്. ഏതായാലും അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും പറയണില്ല. കാരണം നെയ്മർ കാർലോ അൻസെലോട്ടി ബ്രസീലിയൻ ടീമിലേക്ക് വരുന്നതിന് മുമ്പ് പല ആരാധകർക്കും ഇല്ലാതിരുന്നു പുള്ളിക്കാരൻ വരണം എന്നുള്ള കാര്യം. പക്ഷെ പലർക്കും ഇപ്പൊ അതിനോട് വിയോജിപ്പുണ്ട്. അതായത് നെയ്മറിനെ പുള്ളിക്കാരൻ എങ്ങനെയായാലും സ്കോഡിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ പല ആളുകൾക്കും ആ ഒരു വിഷയത്തിൽ കാർലോ അൻസെലോട്ടിക്കെതിരെ വിയോജിപ്പുണ്ട്. അത് സത്യമായിട്ടുള്ള ഫാക്റ്റാണ്. അപ്പൊ അത്തരത്തില് എന്തെങ്കിലും സംഭവം കൊണ്ടാണോ നെയ്മറെ ടീമിൽ എടുക്കാത്തത് എന്നുള്ളതും വേറൊരു സംഭവമാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.